ടോപ്പ് ട്യൂഷൻ്റെ ഹിസ്റ്ററി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ ചാപ്റ്റർ 5 പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസിയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് മെൻ ബൈ പബ്ലിക് ഒപ്പീനിയൻ ഇൻ എ ഡെമോക്രസി? അപ്പോൾ ഡെമോക്രസിയിൽ പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ പൊതു അഭിപ്രായം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ അവരനുഭവിക്കുന്ന ഓരോ കാര്യത്തിനെ കുറിച്ചിട്ടും എക്കണോമിക്കലിയോ സോഷ്യലിയോ പൊളിറ്റിക്കലിയോ ഏത് കാര്യം ആയിക്കോട്ടെ അതിൽ നിന്ന് അവരെ എഫക്റ്റ് ചെയ്യുന്ന, അതായത് ആ നാട്ടിലുള്ള ജനങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ, അതിനെയാണ് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഈ പബ്ലിക് ഒപ്പീനിയൻസ് ഉണ്ടാവുന്നത് ഓരോ സിറ്റിസൻസിൻ്റെയും കാഴ്ചപ്പാടുകളും അവരവരുടെ താല്പര്യങ്ങളും ആസ്പിറേഷൻസിൽ നിന്നാണ് ഈ പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവുന്നത്. ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പബ്ലിക് ഒപ്പീനിയൻസിൽ നിന്നാണ് ഓരോരോ ഗവൺമെൻറ് ഡിസിഷൻസും എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന ഒരു ഡെമോക്രസി, നമ്മളെ ഇന്ത്യ പോലുള്ള ഒരു ഡെമോക്രാറ്റിക് കൺട്രിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എസെൻഷ്യൽ പാർട്ടാണ് ഈ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. കാരണം അതുവഴി സിറ്റിസൻസിനെ എംപവർ ചെയ്യാനും നമ്മുടെ ഈ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കാനും പബ്ലിക് ഒപ്പീനിയൻസ് സഹായിക്കും. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ? അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? അപ്പം ആദ്യത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്, അതായത് ഒരു പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് പല സെക്ഷൻസ് ഓഫ് സൊസൈറ്റിയിലെ ആളുകളിൽ നിന്ന് എടുക്കുന്ന വിവിധതരം ഒപ്പീനിയൻസിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്നാണ് പബ്ലിക് ഒപ്പീനിയൻ. അല്ലാതെ ഒരു മെജോറിറ്റി വ്യൂ അല്ല പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരു പബ്ലിക് ഒപ്പീനിയൻ എന്ന് വെച്ചാൽ അത് എപ്പോഴും പെർമനൻ്റ് ആയിരിക്കുന്ന ഒന്നല്ല. നമ്മുടെ സമയവും സന്ദർഭങ്ങളും സോഷ്യൽ ഇക്കണോമിക് കണ്ടീഷൻസ് എല്ലാം മാറുമ്പോൾ അതിനനുസരിച്ച് പബ്ലിക് ഒപ്പീനിയനും മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് സോഷ്യൽ എക്കണോമിക് കൾച്ചറൽ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമ്മുടെ പബ്ലിക് ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. അതായത് ഇന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ പറയണം എന്നുള്ള റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പബ്ലിക് ഒപ്പീനിയൻസ് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പം ഇത്രയാണ് പബ്ലിക് ഒപ്പീനിയൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ: ഹൗ ഡസ് ദ ഫാമിലി പ്ലേ എ റോൾ ഇൻ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ? അപ്പം നമ്മളുടെ ഉള്ളിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവുന്നതിൽ ഫാമിലീൻ്റെ റോൾ എന്താണ്? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് ഫാമിലിക്ക് ഉള്ളത്. കാരണം ഒരു കുട്ടിയുടെ സോഷ്യലൈസേഷൻ പ്രോസസ്സ് തുടങ്ങുന്നത് തന്നെ വീട്ടിൽ നിന്നാണ്. അപ്പം വീട്ടിൽ നമ്മൾ കണ്ടും കേട്ടും പഠിച്ചു വരുന്ന ഓരോ ട്രഡീഷണൽ ബിലീഫ്സും കസ്റ്റംസും ഒക്കെയാണ് കുട്ടി കണ്ട് സൊസൈറ്റിയിൽ അത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പല രീതിയിലുള്ള ഫാമിലി ഡിസ്കഷൻസ് നടക്കുന്നുണ്ടാവും. പൊളിറ്റിക്സിനെ കുറിച്ചും റിലീജിയസ് ബിലീഫ്സിനെ കുറിച്ചും അങ്ങനെ പല ടോപ്പിക്സുകളിലും നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതിൽ പലപ്പോഴും കുട്ടികളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ അവർ കേട്ടിരിക്കാറും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു എൻഗേജ്മെൻ്റ് ആണ് അവരുടെ ഉള്ളിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവാനുള്ള കാരണമാവുന്നത്. അപ്പം വീട് തന്നെയാണ് അല്ലെങ്കിൽ ഫാമിലി തന്നെയാണ് ഏതൊരു വ്യക്തിയുടെയും ആദ്യത്തെ പബ്ലിക് ഒപ്പീനിയൻ സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ റോൾ ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ? അപ്പം നമ്മൾ ഫാമിലീൻ്റെ റോള് പഠിച്ചു. ഇനി എന്താണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റോള് നമ്മളുടെ ഉള്ളിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവുന്നതിന്? അപ്പം നമുക്കറിയാം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് ഒരു കുട്ടിയുടെ മൊത്തം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലും വഹിക്കുന്നത്. അപ്പം ഒരു കുട്ടിയുടെ നോളേജ് ഇമ്പ്രൂവ് ചെയ്യുന്നതായിക്കോട്ടെ, തിങ്കിങ് എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിലായിക്കോട്ടെ, രണ്ടിലും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റോൾ എന്ന് പറയുന്നത് വളരെ വൈറ്റലാണ്. അപ്പം സ്കൂളുകളിൽ കുട്ടികൾ പല കഴിവുകൾ വളർത്തിയെടുക്കും. സയൻറ്റിഫിക് ആയിക്കോട്ടെ, ക്രിട്ടിക്കൽ തിങ്കിലായിട്ട് ഓരോന്നിലും കുട്ടികൾ കഴിവുകൾ കണ്ടെത്തുന്നതും അതിനെ മികച്ചതാക്കുന്നതും എല്ലാം സ്കൂളിൻ്റെ ഹെൽപ്പോടു കൂടിയാണ്. അപ്പം സ്കൂള് ഇതുപോലുള്ള ഹെൽപ്പ് അവർക്ക് കൊടുക്കുന്നത് കൊണ്ട് ഓരോ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒപ്പീനിയൻസും അതും അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ടുള്ള ഒപ്പീനിയൻസ് കൊണ്ടുവരാനും അവരെ സഹായിക്കും.
അപ്പോൾ നമ്മൾ പലപ്പോഴും സ്കൂളിൽ പല ആക്ടിവിറ്റീസും കണ്ടിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പാർലമെന്റ്സും ക്ലബ് ആക്ടിവിറ്റി, പല ഡിബേറ്റ് കോമ്പറ്റീഷൻ എല്ലാം സംഘടിപ്പിക്കുന്നത് ഓരോ സ്റ്റുഡൻസും അല്ലെങ്കിൽ ഓരോ കുട്ടികളിലും അവരുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാനും അവരുടെ ഉള്ളിലുള്ള ചിന്താഗതികൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ ആക്ടിവിറ്റീസും സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുമൂലം അവരുടെ ഉള്ളിൽ പബ്ലിക് ഒപ്പീനിയൻസ് വളർത്തിയെടുക്കാനാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ: ഹൗ ഡു പിയർ ഗ്രൂപ്പ്സ് ഇൻഫ്ലുവൻസ് ദ ഫോർമേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ? അപ്പം ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനിൽ പിയർ ഗ്രൂപ്പ്സ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നമ്മളിപ്പം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും പേരൻസിൻ്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചു. ഇനി പിയർ ഗ്രൂപ്പ്സ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അപ്പോൾ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ സമപ്രായക്കാർ, അതായത് ഒരേ ഏജിലുള്ള ഒരേ ചിന്താഗതിയും ആറ്റിറ്റ്യൂഡും ഉള്ള കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആളുകളിനെയാണ് നമ്മൾ പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫാമിലി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ കൂടുതലായിട്ടും ഡിസ്കഷനും ഡിബേറ്റ്സും എല്ലാം നടക്കുന്നത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഉള്ളിലാണ്. അപ്പം ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിനുള്ളിൽ പല രീതിയിലുള്ള ടോപ്പിക്സുകളും ഡിസ്കസ് ചെയ്യാറുണ്ട്. ഗവൺമെൻറ് പോളിസി, സോഷ്യൽ ഇഷ്യൂസ്, എക്കണോമിക് ആയിട്ടുള്ളതും എല്ലാ തരത്തിലുള്ള ടോപ്പിക്സുകളും നമ്മൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഉള്ളിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം ഇത്തരത്തിലുള്ള ഇൻ്ററാക്ഷൻസ് ഒരു കോമൺ ഒപ്പീനിയൻ ഉണ്ടാകുന്നതിൽ സഹായിക്കും. അതുപോലെ തന്നെ പല തെറ്റായിട്ടുള്ള ബിലീവ്സുകളെ കറക്റ്റ് ചെയ്യാനുമുള്ളൊരു സാഹചര്യം കൂടിയായിരിക്കും. പിന്നെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്കും നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ പിയർ ഗ്രൂപ്പ്സിനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് തന്നെയാണ് പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവുന്നതിൽ. ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അപ്പം പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവുന്നതിൽ ന്യൂസ് പേപ്പറിൻ്റെ റോള് എത്രയാണ്? ഓക്കെ, അപ്പം നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും പാരൻസിൻ്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് പഠിച്ചു. ഇനി ന്യൂസ് പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഡെമോക്രസിയിൽ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. ജനങ്ങളുടെ അറ്റൻഷനിലേക്ക് പല പൊളിറ്റിക്കലും സോഷ്യൽ ഇവൻസും കൊണ്ടുവരുന്നത് ന്യൂസ് പേപ്പറാണ്. അപ്പോൾ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ആക്ച്വലി ഗവൺമെൻറ്റും പബ്ലിക് തമ്മിലുള്ള ഒരു ബ്രിഡ്ജാണ്. അപ്പം അവരവർക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ, അറിയിക്കാനുള്ള കാര്യങ്ങൾ ന്യൂസ് പേപ്പർ വഴി ജനങ്ങളെ അറിയിക്കാനും നമ്മുടെ പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിനെ അറിയിക്കാനും ഒക്കെ പറ്റുന്ന ഒരു മാധ്യമമാണ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പം ഇതുവഴി ഇൻഫർമേഷൻസും അതുപോലെ തന്നെ പല ആളുകളുടെ വ്യൂ പോയിൻറ്സും നമുക്ക് കിട്ടും. അങ്ങനെ ഈ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് തന്നെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് മറ്റുള്ളവരിനെ കുറിച്ചിട്ടുള്ള ഒപ്പീനിയൻസും മറ്റുള്ളവരുടെ ഒപ്പീനിയൻസും എല്ലാം അറിയാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെയാണ് ന്യൂസ് പേപ്പർ പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവുന്നതിൽ സഹായിക്കുന്നത്. ക്വസ്റ്റ്യൻ: വാട്ട് വാസ് മഹാത്മാഗാന്ധീസ് വ്യൂ ഓൺ ദ റോൾ ഓഫ് ജേർണലിസം? അപ്പോൾ ജേർണലിസത്തിനെ കുറിച്ചിട്ട് മഹാത്മാഗാന്ധിൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്തായിരുന്നു? മഹാത്മാഗാന്ധി ജേർണലിസത്തിനെ കണ്ടിരുന്നത് സർവീസ് ടു സൊസൈറ്റി എന്ന രീതിയിലാണ്. ജേർണലിസത്തിൻ്റെ പരമമായിട്ടുള്ള എയിം എന്ന് പറയുന്നത് സൊസൈറ്റീനെ സേവിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ന്യൂസ് പേപ്പറും മാധ്യമങ്ങളും എല്ലാം തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു അൺകൺട്രോൾഡ് പെൻ എന്ന് പറയുന്നത് കൂടുതൽ ഡിസ്ട്രക്ഷനിലേക്ക് കാരണമാകും. അതായത് നമുക്ക് ഡെമോക്രസിയിൽ ആരെക്കുറിച്ച് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എഴുതാം, പക്ഷെ അതൊരു കൺട്രോൾ ഇല്ലാത്ത രീതിയിലായിക്കഴിഞ്ഞാൽ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെപ്പോഴും ഒരു കൺട്രോൾ വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ജേർണലിസം എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് നല്ലത് വരുത്തുന്ന രീതിയിലായിരിക്കണം. അപ്പം ആ ഒരു കൺട്രോൾ ഉണ്ടാവുന്നത് ജേർണലിസ്റ്റിനായിരിക്കണം, അല്ലാതെ മറ്റുള്ളവരെ ആയിരിക്കരുത് ജേർണലിസ്റ്റിനെ കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പം ഇതാണ് ജേർണലിസത്തിനെ കുറിച്ചിട്ട് മഹാത്മാഗാന്ധിയുടെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ക്വസ്റ്റ്യൻ: ഹൗ ഡു റേഡിയോ ആൻഡ് ടെലിവിഷൻ ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ? അപ്പോൾ പബ്ലിക് ഒപ്പീനിയനെ എങ്ങനെയാണ് റേഡിയോയും ടെലിവിഷൻസും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? റേഡിയോ ടെലിവിഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ ലൈഫിൻ്റെ ഒരു മിററായിട്ട് ആക്ട് ചെയ്യുന്നതാണ് റേഡിയോ ആൻഡ് ടെലിവിഷൻ. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ഇൻഫ്ലുവൻഷ്യലാണ്. അപ്പോൾ നമുക്ക് പ്രിന്റഡ് മീഡിയ വഴി ന്യൂസ് പേപ്പർ വഴി
ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് മാത്രമായിരുന്നു ഇൻഫർമേഷൻസ് എത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ റേഡിയോയും TV വന്നതിന് ശേഷം ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളിലേക്കും പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് എത്താനായിട്ട് തുടങ്ങി. അപ്പോൾ പിന്നീട് അതിനുശേഷം വളരെ ഒരു ഇമ്പോർട്ടൻ്റ് റോളായി മാറി റേഡിയോയ്ക്കും TVക്കും. പലതരം ഗവൺമെൻറ് പോളിസികളും പ്രോഗ്രാമുകളെ കുറിച്ചിട്ടുള്ള എല്ലാത്തരം ഇൻഫർമേഷൻസും എല്ലാവരിലേക്കും എത്താനായിട്ട് തുടങ്ങി. അപ്പം അങ്ങനെ ന്യൂസും ഡിസ്കഷൻസും ഡിബേറ്റ്സും എല്ലാം എല്ലാവർക്കും ലഭിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെ ഉള്ളിലും ഐഡിയാസ് ഫോം ചെയ്യാനും ഒപ്പീനിയൻസ് ഫോം ചെയ്യാനും പുതിയ പുതിയ നോളേജുകൾ വരാനും തുടങ്ങി. അപ്പം അതുകൊണ്ട് റേഡിയോയ്ക്കും ടെലിവിഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് when it comes to public opinion. Question: What is the role of social media in forming public opinion today? അപ്പം സോഷ്യൽ മീഡിയയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി നമുക്കിപ്പോൾ ഏതൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ട് അതിന് റിയാക്ട് ചെയ്യാനും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും എല്ലാം സാധിക്കുന്ന ഒരു വേദിയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. അപ്പം ഉടനെ തന്നെ പബ്ലിക്കിൻ്റെ എക്സ്പ്രഷൻ അറിയാനും അതുപോലെ തന്നെ അതിൻ്റെ മേലെ ഒരു ചർച്ച നടത്താനും എല്ലാം സാധിക്കുന്ന ഒരു പ്ലേസ് ആണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ തരം സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും പല ഫേക്ക് ന്യൂസുകളും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനും കാരണമാവുന്നുണ്ട്. ഇതുകൊണ്ട് പബ്ലിക് ഒപ്പീനിയൻസ് മിസ്ലീഡായി പോകാനും ഉള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഒരു സൈഡ് നോക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് റോളാണ് സോഷ്യൽ മീഡിയയ്ക്ക് ഉള്ളത്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് മീഡിയ ലിറ്ററസി ആൻഡ് വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻ്റ്? അപ്പം മീഡിയ ലിറ്ററസി എന്ന് പറയുന്നത് എന്താണ്, എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്? മീഡിയ ലിറ്ററസി എന്ന് പറഞ്ഞാൽ പല ഫോംസ് ഓഫ് മീഡിയനെ അനലൈസ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും അതിൽ മെസ്സേജസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവാണ് മീഡിയ ലിറ്ററസി. അപ്പം ഈ മീഡിയ ലിറ്ററസി എന്ന് പറയുന്നതിൽ എങ്ങനെയാണ് ഒരു കണ്ടന്റ് നമ്മൾ ഉണ്ടാക്കുന്നത്, അത് എങ്ങനെ ഒരു പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും, ഒരു പെർസെപ്ഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നതിനെക്കുറിച്ചിരിക്കും മീഡിയ ലിറ്ററസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ന്യൂസിനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ മെസ്സേജസിനെയും ക്രിട്ടിക്കലി ഇൻറ്റർപ്രറ്റ് ചെയ്യാനുള്ള എബിലിറ്റി കൂടിയാണ് ഈ മീഡിയ ലിറ്ററസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്കില്ല് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ് ഡെയിലി നമ്മുടെ ഫോണിൽ വരുന്നത്. അപ്പം അതിൽ നിന്ന് ഏതാണ് നല്ലത് ഏതാണ് ഫേക്ക് ആയിട്ടുള്ളത് എന്നുള്ളത് അനലൈസ് ചെയ്യാനും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ ഒരു സ്കില്ല് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് മീഡിയ ലിറ്ററസി ഇമ്പോർട്ടൻ്റ് ആവുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഡിജിറ്റൽ ലിറ്ററസി? ഇപ്പോൾ ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇപ്പോഴത്തെ ഡിജിറ്റൽ വേൾഡിൽ നമുക്ക് കിട്ടുന്ന പലതരം ഇൻഫർമേഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനും ഇൻഫർമേഷൻസ് കണ്ടെത്താനുമുള്ള എബിലിറ്റിയാണ് ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത്. അപ്പം അതിന് ഒരുപാട് ഡിജിറ്റൽ ടൂൾസും ടെക്നോളജികളും എല്ലാം ആവശ്യമായിട്ടുണ്ട്. കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഉണ്ടെങ്കിലാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനും കൂടുതൽ ഇൻഫർമേഷൻസ് കണ്ടുപിടിക്കാനും സാധിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ഈ കമ്പ്യൂട്ടർ ടെക്നോളജി അറിഞ്ഞിരിക്കണം, കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടുള്ള നോളേജ് ഉണ്ടായിരിക്കണം. അപ്പം മാത്രമാണ് നമുക്ക് പല ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൂടെ പോയി പലതും അന്വേഷിക്കാനും പലതും ഇവാലുവേറ്റ് ചെയ്യാനും എല്ലാം സാധിക്കുന്നത്. അതുപോലെ തന്നെ സൈബർ അവയർനെസ് കൂടി ഈ ഡിജിറ്റൽ ലിറ്ററസിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ വേൾഡിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമുക്ക് കുറച്ച് സൈബർ അവയർനെസ് ആവശ്യമായിട്ടുണ്ട്. അപ്പം സൈബർ അവയർനെസ് എന്ന് പറയുന്നതും ഡിജിറ്റൽ ലിറ്ററസിൻ്റെ ഒരു ഭാഗമാണ്. ക്വസ്റ്റ്യൻ: ഹൗ ഡു പൊളിറ്റിക്കൽ പാർട്ടീസ് ഷേപ്പ് പബ്ലിക് ഒപ്പീനിയൻ? എങ്ങനെയാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് പബ്ലിക് ഒപ്പീനിയൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, രൂപീകരണത്തിന് എങ്ങനെയാണ് സഹായിക്കുന്നത്, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് പബ്ലിക് ഒപ്പീനിയൻ ഷേപ്പിങ്ങിൽ വരുന്നത്. ഓക്കെ, അപ്പം ഇവർ കൂടുതലായിട്ടും എയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കോമൺ ഇഷ്യൂസിനെ കുറിച്ചിട്ട് പബ്ലിക്കിനെ ചിന്തിപ്പിക്കുക. അതാണ് മെയിനായിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ഐഡിയാസും അവരുടെ അജണ്ടാസും എല്ലാം എലക്ഷൻ ടൈമിൽ ജേർണലായിട്ടും മാനിഫെസ്റ്റോസും ആയിട്ട് അവർ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ആണ് പബ്ലിക് ഒപ്പീനിയനെ
പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പല സൊസൈറ്റൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടുള്ള കോൺഫറൻസുകളും ഡെമോൺസ്ട്രേഷൻസും റാലീസും എല്ലാം ഓർഗനൈസ് ചെയ്യാറുണ്ട്. അപ്പം ഇതുവഴി പബ്ലിക്കിന്റെ വ്യൂവിനെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question: What is the significance of an election manifesto? ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇലക്ഷന് മുൻപ് പബ്ലിഷ് ചെയ്യുന്നൊരു ഡോക്യുമെന്റ് ആണ്. അപ്പം ഈ ഒരു മാനിഫെസ്റ്റോ എന്താന്ന് വെച്ചാൽ ആ പാർട്ടീൻ്റെ വ്യൂസും ഐഡിയാസും പിന്നെ കുറേ വാഗ്ദാനങ്ങളൊക്കെ ആയിരിക്കും മാനിഫെസ്റ്റോയിൽ ഉണ്ടാവുന്നത്. ഈ മാനിഫെസ്റ്റോ ഇറക്കുന്നത് കൊണ്ട് എന്താണ് ഉപയോഗം എന്ന് വെച്ചാൽ പബ്ലിക്കിൽ നിന്നുള്ള കൂടുതൽ സപ്പോർട്ട് അവർക്ക് കിട്ടും. അവരുടെ പ്ലാൻസും ഇപ്പോൾ കറൻ്റ്ലി കൺട്രി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ഇഷ്യൂസിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും അതിലുണ്ടാവുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടാനായിട്ട് സാധിക്കും. പിന്നെ ഇതൊരു വളരെ കീ ടൂളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ്. കാരണം പബ്ലിക് അഫെയർസിനെ കുറിച്ചിട്ട് കൂടുതൽ പബ്ലിക്കിലേക്ക് എത്തിക്കാനും അതിലൂടെ പബ്ലിക് ഒപ്പീനിയൻ വളർത്തിയെടുക്കാനും എല്ലാം ഈ ഒരു മാനിഫെസ്റ്റോ സഹായിക്കും. ക്വസ്റ്റ്യൻ: ഹൗ ഡു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ ഷേപ്പ് പബ്ലിക് ഒപ്പീനിയൻ? ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷൻസും എങ്ങനെയൊക്കെയാണ് പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഈ പല സോഷ്യൽ ഗ്രൂപ്പ്സുകൾ പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് ഉള്ളത്. ഇപ്പോൾ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കാസ്റ്റ് ഗ്രൂപ്പ്, സ്റ്റുഡൻറ് മൂവ്മെൻറ്റ്സ്, ട്രേഡ് യൂണിയൻസ്, ഇവരൊക്കെയാണ് നമ്മൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, വിമൻസ് ഇക്വാലിറ്റി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എൻവയറമെൻ്റൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഇവരൊക്കെ സൊസൈറ്റീൻ്റെ തന്നെ ഓരോ ഇഷ്യൂസിന് വേണ്ടിയിട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറച്ച് ഗ്രൂപ്പ്സാണ്. ഓക്കെ, അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ ഓർഗനൈസേഷൻസും ഇതുപോലുള്ള സൊസൈറ്റിയിലുള്ള ഓരോ ഇഷ്യൂസിനെ കുറിച്ചിട്ടും വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം അങ്ങനെ പലതരത്തിലുള്ള പബ്ലിക് ഒപ്പീനിയൻസ് രൂപം കൊള്ളാനായിട്ട് ഇവർ സഹായിക്കും. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ഒപ്പീനിയൻ പോൾസ് ആൻഡ് ഹൗ ഡു ദേ വർക്ക്? അപ്പം എന്താണ് ഒപ്പീനിയൻ പോൾസ് എന്ന് പറയുന്നത്, എങ്ങനെയാണ് അവ വർക്ക് ചെയ്യുന്നത്? ഒപ്പീനിയൻ പോൾസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ടൂളാണ് ഒപ്പീനിയൻ പോൾസ്. ഇത് പബ്ലിക്കിൻ്റെ ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ സോഷ്യൽ ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ, എക്കണോമിക് ഇഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ എന്താണ്, അവരെ എങ്ങനെയൊക്കെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ടോട്ടൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇതുവഴി ലഭിക്കും. അപ്പോൾ നമ്മളൊരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. അതായത് പോവർട്ടി എന്ന് പറയുന്ന ടോപ്പിക്ക്, ഒരു സർട്ടൻ പോപ്പുലേഷന് ഈ പോവർട്ടി എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടും വ്യൂസും ഒക്കെ നമുക്ക് ഈ പോൾ വഴി എന്ത് ചെയ്യാൻ പറ്റും, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ടാണ് പ്രൊഫഷണൽ ഏജൻസീസ് പോൾസ് കണ്ടക്ട് ചെയ്ത് ഒരു ജനറൽ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ ഇതുവഴി കളക്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: വാട്ട് ആർ സം ഫാക്ടേഴ്സ് ദാറ്റ് ഹിൻഡർ ദ ഫോർമേഷൻ ഓഫ് ട്രൂ പബ്ലിക് ഒപ്പീനിയൻ? ഒരു നല്ല പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവുന്നതിൽ വരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ മേജർ ഫാക്ടർ എന്ന് പറയുന്നത് ഇല്ലിറ്ററസിയാണ്. അപ്പോൾ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ ലിമിറ്റഡ് നോളേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. പബ്ലിക് ഇഷ്യൂസിനെ കുറിച്ചിട്ടും കറൻ്റ്ലി എന്താണ് നമ്മൾക്ക് ചുറ്റും നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ലിമിറ്റഡ് നോളേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വരുന്നതാണ് പോവർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ വളരെ ഐസൊലേറ്റഡ് ആയിരിക്കും, പബ്ലിക് അഫെയർസിൽ നിന്ന് വളരെ ഐസൊലേറ്റഡ് ആയിരിക്കും. മൂന്നാമത്തെ വരുന്നതാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ ടെക്നോളജി ആക്സസ് ചെയ്യാനുള്ള ആ ഒരു ചാൻസ്. ഇപ്പം ഒരുപാട് സിറ്റിയിൽ താമസിക്കുന്നവർക്ക് നല്ല ആക്സസിബിലിറ്റി ആയിരിക്കും, പക്ഷെ നേരെ മറിച്ച് നല്ലൊരു കുഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് അത്രയും ടെക്നോളജി ആക്സസ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ടാവില്ല. സോ ഇതൊക്കെയാണ് മേജർ തടസ്സങ്ങൾ ഒരു നല്ലൊരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവുന്നതിൽ. ക്വസ്റ്റ്യൻ: ഹൗ ഡു അൺഹെൽത്തി പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഹിൻഡർ ദ പബ്ലിക് ഒപ്പീനിയൻ? അപ്പം അൺഹെൽത്തി ആയിട്ടുള്ള പബ്ലിക് ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണ് പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവുന്നതിൽ തടസ്സം ഉണ്ടാക്കുന്നത്?
അപ്പം അൺഹെൽത്തി പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് സീരിയസ് ഡാമേജ് ആണ് ഉണ്ടാക്കുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ആളുകളെ തമ്മിൽ പിരിച്ചു കഴിഞ്ഞാൽ, നമുക്ക് റിയൽ ആയിട്ട് എന്താണോ ഒരു നേഷന്റെ പ്രോഗ്രസ്സിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അത് അവിടെ നടക്കാതിരിക്കും. അതുപോലെ തന്നെ ഇലക്ഷൻ സമയത്തുള്ള അൺഹെൽത്തിയും റോങ് ആയിട്ടുള്ള പ്രാക്ടീസുകളെല്ലാം വോട്ടേഴ്സിനെ മിസ്ലീഡ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് അവനവൻ തന്നെ ഡെമോക്രാറ്റിക് അല്ലാതിരുന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ആളുകളുടെ ഒപ്പീനിയൻസും എന്തായിരിക്കില്ല, ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം നന്നായി പോകാനുള്ളതായിരിക്കില്ല. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല ജനറൽ പബ്ലിക്കിൽ നിന്ന് വരുന്ന ഒപ്പീനിയൻസ്. ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ ദ ഡിജിറ്റൽ ഡിവൈഡ് ക്യാൻ ബി എ ബാരിയർ ടു പബ്ലിക് ഒപ്പീനിയൻ. അപ്പം ഡിജിറ്റൽ ഡിവൈഡ് എങ്ങനെയാണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആവുന്നത് അല്ലെങ്കിൽ ഒരു തടസ്സമായി മാറുന്നത്? ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ ടെക്നോളജി ആക്സസ് ചെയ്യാനുള്ള ആ ഒരു ഗ്യാപ്പാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ചിലവർക്ക് കമ്പ്യൂട്ടറിൻ്റെ ഫെസിലിറ്റി ഉണ്ടാവില്ല, സ്മാർട്ട് ഫോൺ ഫെസിലിറ്റി, ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് എല്ലാം എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടണം എന്നില്ല. അപ്പം അങ്ങനെ വരുന്ന ആ ഇനീക്വാലിറ്റിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ ഡിജിറ്റൽ ഡിവൈഡ് വന്നു കഴിഞ്ഞാൽ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്കഷൻസും ഇൻഫോർമേഷൻ ഷെയറിങ്ങും ഓൺലൈനായി നടക്കുന്ന സമയത്ത് ഈ ടെക്നോളജികൾക്ക് ഒന്നും ആക്സസ് ഇല്ലാത്ത ആളുകളെല്ലാം ഇതിന്ന് എക്സ്ക്ലൂഡ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അങ്ങനെ എക്സ്ക്ലൂഡഡ് ആകുമ്പോൾ അങ്ങനെ ഒരു ലാർജർ സൊസൈറ്റി എക്സ്ക്ലൂഡ് ആയി പോവുമ്പോൾ നമുക്ക് നല്ലൊരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടായി വരുന്നതിന് വളരെ വലിയൊരു തടസ്സമാണ് അവിടെ ഉണ്ടാവുന്നത്. ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് വേസ് ഡസ് സ്ട്രോങ് പബ്ലിക് ഒപ്പീനിയൻ സ്ട്രെങ്തൻ ഡെമോക്രസി? അപ്പം ഒരു നല്ലൊരു സ്ട്രോങ് ഡെമോക്രസി ഉണ്ടാവാനായിട്ട് ഒരു സ്ട്രോങ് പബ്ലിക് ഒപ്പീനിയൻ ആവശ്യമാണ്. അപ്പം എങ്ങനെയാണ് ഇത് ഹെൽപ്ഫുൾ ആവുന്നത്? സ്ട്രോങ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ആക്ച്വലി ഡെമോക്രസീൻ്റെ ഒരു ബാക്ക് ബോൺ തന്നെയാണ്. അപ്പം ഇതിലൂടെ ഗവൺമെൻറ് കൂടുതൽ റെസ്പോൺസിബിൾ ആണ് ആവുന്നത്. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് ക്രിറ്റിസിസവും ഫീഡ്ബാക്കും ഒക്കെ പബ്ലിക്കിൽ നിന്ന് കിട്ടുന്ന സമയത്ത് അവരുടെ ആ ഒരു പെർഫോമൻസ് കൂടുതൽ ഇംപ്രൂവ് ആണ് ആവുന്നത്. അപ്പോൾ ഒരു സ്ട്രോങ് പബ്ലിക് ഒപ്പീനിയനിലൂടെ തന്നെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. ഓരോ സൊസൈറ്റൽ ഇഷ്യൂസും വളരെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് കൂടുതൽ റെസ്പോൺസിബിൾ ആവുകയും ചെയ്യും. അതുവഴി സിറ്റിസൻസിൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുകയും ചെയ്യും. ക്വസ്റ്റ്യൻ, ഹൗ ഡസ് പബ്ലിക് ഒപ്പീനിയൻ പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം ഓഫ് ദ സിറ്റിസൻസ്? അപ്പോൾ ഒരു പബ്ലിക് ഒപ്പീനിയൻ എങ്ങനെയാണ് നമ്മളുടെ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഒരു വാച്ച് ഡോഗ് പോലെയാണ്. അതായത് ഗവൺമെൻറ് അല്ലെങ്കിൽ അവരുടെ പവേഴ്സ് അൺഫെയർ ആയിട്ടുള്ള രീതിയിൽ അവർ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കും. അപ്പം അങ്ങനെ ഗവൺമെൻറ്റിനെ നമ്മൾ എപ്പോഴും ഒരു ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ലോ ആൻഡ് ഓർഡർ എല്ലാം കറക്റ്റായിട്ട് ഫോളോ ആകും. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ബൗണ്ടറീസിൽ നിന്നും അവർ പുറത്തേക്ക് കടക്കില്ല. അപ്പം ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് പറയുന്നത് കൊണ്ട് സിറ്റിസൻസിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഫ്രീഡംസും ഇവിടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കും. ക്വസ്റ്റ്യൻ, വൈ ആർ ലിറ്ററേറ്റ് സിറ്റിസൻസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഫോമിങ് റാഷണൽ പബ്ലിക് ഒപ്പീനിയൻ? അതായത് ഒരു ഫാക്ട് ബേസ്ഡ് അല്ലെങ്കിൽ ലോജിക് തിങ്കിങ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാകുന്നതിൽ ലിറ്ററേറ്റ് സിറ്റിസൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ? ലിറ്ററേറ്റ് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ അവയർനെസ് ഒരുപാടുള്ളവരായിരിക്കും. അതുപോലെ തന്നെ ഒരു ബെറ്റർ നോളേജ് എന്തിനെക്കുറിച്ചിട്ടും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പല ആളുകളുടെ പല വ്യൂ പോയിന്റുകളിൽ നിന്ന് ആലോചിക്കാനുള്ള അനലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. അതിൽ നിന്ന് ഒരു റാഷണൽ ഒപ്പീനിയൻ, ഒരു ഫാക്ട് ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ലോജിക്കൽ ഒപ്പീനിയൻ ഉണ്ടാവാനായിട്ട് സാധിക്കും. പക്ഷേ ഇല്ലിറ്ററേറ്റ് പീപ്പിൾ അങ്ങനെയല്ല. അവർക്ക് എന്താണ്, ഒന്നാമത് നോളേജിൻ്റെ ആ ഒരു കുറവുണ്ടാവും. അതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡൻ്റ് ഒപ്പീനിയൻ ഉണ്ടാവുന്നതിൻ്റെ എബിലിറ്റിയും കമ്മിയായിരിക്കും.
സോ ഒരു വെൽ ഇൻഫോംഡ് പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ട്രോങ്ങർ സൊസൈറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ലിറ്ററസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നേഷനെ ഒരു പ്രോസ്പെറസ് ഫ്യൂച്ചറിലേക്ക് ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. Subscribe to this channel for more videos like this. Question: What is the role of election campaigns in shaping public opinion? അപ്പം ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവുന്നതിൽ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ റോൾ എന്താണ്? ഇലക്ഷൻ ക്യാമ്പയിൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസ് പബ്ലിക്കിൽ നിന്നുള്ള മാക്സിമം സപ്പോർട്ട് കിട്ടാനായിട്ട് റാലീസും പലതരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സും സ്പീച്ചും ഡെമോൺസ്ട്രേഷൻസും എല്ലാം ചെയ്യാറുണ്ട്. അപ്പം അതിലൂടെ എല്ലാം അവർ പ്രകടിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്ലാൻസും വ്യൂസും അതുവഴി ആളുകളെ കൺവിൻസ് ചെയ്ത് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാനാണ് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില അൺഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസസും ഈ വോട്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതൊരു നല്ലൊരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവുന്നതിലൊരു തടസ്സമാണായി മാറുന്നത്. Question: What is the relationship between public opinion and civil society? അപ്പോൾ സിവിൽ സൊസൈറ്റിയും പബ്ലിക് ഒപ്പീനിയനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്ന രണ്ടും ക്ലോസ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള ഒന്നാണ്. പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കൂട്ടം ആളുകളുടെ കലക്റ്റീവ് വ്യൂവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് പബ്ലിക് ഒപ്പീനിയൻ. അത് സിറ്റിസൻസിനെ എംപവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? അലേർട്ടായിട്ടുള്ള കുറേ സിറ്റിസൻസും ഓർഗനൈസേഷൻസും കൊണ്ടുണ്ടായതാണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അവർ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒരു സിറ്റിസൺ എംപവർ ആവുന്നത് പബ്ലിക് ഒപ്പീനിയനിലൂടെയാണ്. അങ്ങനെ പബ്ലിക് ഒപ്പീനിയനിലൂടെ എംപവർ ആകുമ്പോൾ അവർ പല ഗ്രൂപ്പുകളായി മാറും. ആ ഗ്രൂപ്പുകൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു സ്ട്രോങ് സിവിൽ സൊസൈറ്റി നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ? ഇലക്ഷൻ കമ്മീഷൻ്റെ റോൾ എന്താണ്? അപ്പോൾ പലപ്പോഴും ഇലക്ഷൻ സമയത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണൽ അറ്റാക്സ് ചെയ്യുന്നതും ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതൊക്കെ നടക്കാറുണ്ട്. അപ്പം ഇത് ശരിക്കും ഒരു ഹെൽത്തി ഡെമോക്രാറ്റിക് പ്രോസസ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ വൺസ് ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസ് ഈ ഒരു ഹെൽത്തി പ്രാക്ടീസസ് അല്ലാതെ അൺഹെൽത്തി പ്രാക്ടീസസിൽ ബൗണ്ടറി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അവിടെ ഇടപെടും. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നതിന് ആ ഒരു ബോഡിക്ക് എല്ലാ ഇലക്ഷൻ പ്രോസസ്സുകളും കൺട്രോൾ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ ക്ലീൻ ആൻഡ് ഫെയർ ഇലക്ഷൻ ക്യാമ്പയിൻ ആണോ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള അധികാരവും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി എന്ന ഈ ചാപ്റ്ററിൽ തന്നെ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Question: The foundation of a democratic system is formed by the views, interest and aspiration of the dash. Answer: people. Question: Dash is an important idea in democracy that includes organizations and people who work for the welfare of the society voluntarily. Answer: civil society. Question: The first stage of public opinion formation begins with the dash. Answer: families. Question: Activities in schools such as school parliament and club activities act as a platform in developing dash and civic sense among the students. Answer: democratic. Question: Debates and discussions among dash members are important factors influencing public opinion formation. Answer: peer group. Question: Mahatma Gandhi realized that the sole aim of journalism should be dash. Answer: service. Question: The ability to access, analyze, evaluate and create messages received through various forms of media is called dash. Answer: media literacy. Question: Dash is the ability to find and evaluate information from the digital world using digital equipment and technology. Answer: digital literacy. Question: The Dash party brings the shortcomings and failures of the administration to the attention of the people. Answer: opposition.
Question. Every political party tries to gather maximum support of the people presented through the dash. Answer. Manifesto. Question. Various dash and organizations working in society play a crucial role in shaping public opinion. Answer. Social institution. Question. Dash are a very effective way to gather information about public attitudes and opinions on various issues. Answer. Opinion polls. Question. The poem Chandalabhikshagi was written by Mahakavi dash. Answer. Kumaranashan. Question. V.T. Bhattacharya's play dash contributed greatly to the Kerala Renaissance. Answer. Adukkalil ninnu Arangathekku. Question. Dash people have only limited knowledge about public issues. Answer. Illiterate. Question. The dash is the gap in accessing modern information technology such as the internet and computer. Answer. Digital divide. Question. Unhealthy practices that are used to influence voters during election times often hinder the formation of dash public opinion. Answer. Real. Question. Arbitrary and dictatorial tendencies are prevented in a society with a strong dash. Answer. Public opinion. Question. Public opinion as the consolidated opinion of the people plays a key role in dash systems. Answer. Democratic systems. Question. Dash in political activities and polarization among the people are factors that hinder the information of public opinion. Answer. Partisanship. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.